നമസ്കാരം, ഞാൻ ഡോക്ടർ അഷിത. അഷ്ടവൈദ്യൻ പുലാമന്തോൾ മൂസ് ആയുർവേദ ഹോസ്പിറ്റലിൽ RMO ആയി വർക്ക് ചെയ്യുന്നു. എല്ലാവരിലും സാധാരണയായി കാണപ്പെടുന്ന ഒരവസ്ഥയാണ് നീരിറക്കം അഥവാ മയോഫേഷ്യേറ്റിസ്. എങ്ങനെയാണ് നീർക്കെട്ടുണ്ടാകുന്നത്? നമ്മൾ ജോലികൾ ചെയ്യുമ്പോഴും നടക്കുമ്പോഴും മസിൽസ് വലിയുകയും ചുരുങ്ങുകയും ചെയ്യും. എല്ലാ മസിൽസിലും ഈ സ്ട്രെച്ചിങ് ആൻഡ് റിലാക്സ് നടക്കുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ മസിൽസിൻ്റെ കംപ്ലീറ്റ് റിലാക്സേഷൻ നടക്കാതെ വരികയും അത് നീർക്കെട്ടുണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. കാരണം മസിൽസ് ചുരുങ്ങിയിരിക്കുമ്പോൾ അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും ഇതുവഴി മസിൽസിന് ശരിയായ രീതിയിൽ ഓക്സിജൻ സപ്ലൈ ലഭിക്കാതിരിക്കുകയും ചെയ്യും. ഇത് ആ ഭാഗങ്ങളിൽ ടോക്സിൻ അടിഞ്ഞുകൂടാൻ കാരണമാവുകയും അങ്ങനെ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യുന്നു. ഇതുപോലെ മസിൽസിനും ഫേഷ്യക്കും വരുന്ന ഇൻഫ്ലമേഷൻ അതിനടിയിൽ കൂടെ പോകുന്ന നെർവുകളെ കംപ്രസ് ചെയ്യുകയും ഇത് കാരണം വേദന ഉണ്ടാവുകയും ചെയ്യാം. ഉദാഹരണമായി പറഞ്ഞാൽ കൈകളിൽ ഉണ്ടാകുന്ന വേദന, അതിനുള്ള പ്രധാന കാരണം കഴുത്തിലുള്ള നീർക്കെട്ടായിരിക്കാം. കഴുത്തിന് ചുറ്റുമുള്ള മസിൽ, തോളിന് താഴെയുള്ള മസിൽ, പുറംഭാഗങ്ങളിലുള്ള മസിൽ ഇവയിലെല്ലാമാണ് സാധാരണയായി നീരിറക്കം കാണപ്പെടുന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് നീരിറക്കം ഉണ്ടാവാം? അമിതമായുള്ള ജോലി, ഒരേ പൊസിഷനിൽ ഒരുപാട് നേരം ജോലി ചെയ്യുന്നു, കുനിഞ്ഞിരുന്നുള്ള ജോലി, അതുപോലെ സ്ഥിരമായി ഉയരത്തിലുള്ള ഒരു പില്ലോ ഉപയോഗിക്കുന്നതെല്ലാം നീരിറക്കത്തിന് കാരണമാവാം. അതുപോലെ തന്നെ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, മനസ്സിൻ്റെ പിരിമുറുക്കം മസിൽസിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുകയും അതുവഴി നീരിറക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നു. സ്ഥിരമായി നീരിറക്കം വരുന്ന ആളുകൾക്ക് ബ്രീത്തിങ് എക്സസൈസ് അതുപോലെ മസിൽ സ്ട്രെച്ചിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം. ചൂട് പിടിക്കുന്നത് നീരിറക്കം കുറയാൻ സഹായിക്കും. ചൂട് പിടിക്കുന്ന വെള്ളത്തിൽ ഉപ്പ്, പുളിയില ഇടുന്നത് നല്ലതായിരിക്കും.